ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ഈറ്റിംഗ് ഡേ. അപ്പം എൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഡയറ്റ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പശുമ്പാലാണ് കേട്ടോ. ഡയറ്റ് പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉണ്ടാക്കില്ലേ എന്ത് മോളെ പിള്ളേരെല്ലാരും വന്നതാ. കഴിച്ചുതരാം. അവള് കരയുന്നതിന് അവൻ അവന്റെ കയ്യിലുള്ള പാലൂപ്പി കൊണ്ട് കൊടുക്കുക. രാവിലെ ലേസ് പിള്ളേർക്ക് കൊടുക്കണ്ടേ? ബിസ്ക്കറ്റ് ലേസ് കൊടുക്കല്ലെന്നാ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഡയറ്റ് പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ബഹളമായിരിക്കും കേട്ടോ. ഇനിയിപ്പോ അംഗമായിരിക്കും ഇവിടെ. അപ്പൊ നമുക്ക് ഡയറ്റ് പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് മെഡിസിൻസും പ്രോട്ടീനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേ മതിയോ? രാവിലെ ഒന്നും കഴിച്ചില്ല. പാല് കഴിച്ചു കൊടുത്ത് പിള്ളേരുള്ളതുകൊണ്ട് പിള്ളേരോടെ കഴിക്കാൻ വേണ്ടിയിട്ടാ. ആവശ്യം കുറച്ച് പ്രോട്ടീനും പിന്നെ വേറെ എന്തെങ്കിലും കലക്കി കുടിക്കുന്ന പൊടികളും ഒക്കെ തന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ മെഡിസിൻസ് ഏതോ ഒരെണ്ണം എക്സ്ട്രാ തന്നു. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ സൗന്ദര്യമൊക്കെ ആയിരിക്കും കേട്ടോ. സമാധാനമായിട്ട് വീട്ടിലെടുക്കൊന്നും പറ്റില്ല. രാവിലെ തന്നെ പാല് കാച്ചാന്ന് ചോദിച്ചു. പ്രോട്ടീൻ പൗഡർ ഉണ്ട്. എന്തിൻ്റെ പ്രോട്ടീൻ കാണുന്നില്ല. ഇതാണ് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്നലെ ഞാൻ ഒരു വട്ടം ആക്കി കുടിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. എത്രയാണ് റേറ്റ്? എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പം ഇത് രാവിലെ ആക്കി കുടിക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പാല് ഞാൻ കാച്ചാൻ എടുത്ത് വെച്ച്. അപ്പം അതുപോലെ പാല് അതിനകത്ത് നോ ആഡഡ് ഷുഗർ എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ മധുരം ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ വൈകുന്നേരം ഷേക്ക് ഉണ്ടാക്കിയ ഷേക്ക് അതല്ലോ വേണ്ട സ്മൂത്തി ആക്കിയ ടൈമിലും ഈ പ്രോട്ടീൻ ഇട്ടിട്ട് ആക്കിയത്. ഈവനിങ് രാത്രിയിൽ പാല് കുടിക്കുന്ന കുറവാണ്. അപ്പം സ്മൂത്തി എല്ലാ ദിവസവും ഞാൻ ആക്കാറുണ്ടല്ലോ. സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നത്തെ സ്മൂത്തിയുടെ റെസിപ്പി ഇട്ടുതരാം. അപ്പം കാണാൻ പറ്റും. വെള്ളം വേണോ? വെള്ളം വേണോന്ന് എന്തൊക്കെയോ പറഞ്ഞ് തിന്നുന്നു. കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ കാശി? പാത്രം കഴുകാറുണ്ട്. ബിസ്ക്കറ്റ് ഇത് കാശി കഴിച്ചിട്ട് കൊണ്ടുവന്നതിൻ്റെ ബാക്കിയാ. ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കത്തില്ല. വെള്ളം വന്നിട്ട് വെള്ളം വന്നിട്ട് ഫ്ലൂയിഡ് കുറവാണെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ചെക്കപ്പിലെ സ്കാനിങ്ങിലൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞിന് ആവശ്യത്തിനുള്ള വളർച്ചയൊക്കെ ഉണ്ട്. 2 വീക്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഫ്ലൂയിഡ് കുറവാകുമ്പോൾ ഇപ്പോൾ കുടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വെള്ളം കുടിക്കണം. വെള്ളമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരട്ടെ. കാശിക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കാം. ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് കാശിക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ എന്താ വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 2 അപ്പം ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട്. ചമ്മന്തിപ്പൊടി ഇത് വറുത്തിട്ട് ചെയ്യുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. കാശിക്കുള്ള ഫുഡ് കൊടുത്ത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സെറ്റാവും. അതാണ്. ഇനിയിപ്പോൾ മെഡിസിൻ കഴിക്കണം.
സത്യം പറഞ്ഞാൽ മുന്നുള്ള മെഡിസിൻസൊക്കെ ഞാൻ മറന്നു പോവും, വിട്ടുപോവും, കഴിക്കത്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു. ഇനിയുള്ള ദിവസമെങ്കിലും കറക്റ്റായിട്ട് കഴിക്കണം. അയണും കാൽസ്യവും പിന്നെ വേറെ എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ കലക്കാനായിട്ടുള്ളൊരു സാധനം തന്നിട്ടുണ്ട്. അതെനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു ഡോക്ടറെ കണ്ട ടൈമിലും കുഞ്ഞിനിതുപോലെ ഗ്രോത്ത് കുറവായതുകൊണ്ടിട്ട് അത് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുടിക്കണ്ടായിരുന്നു. കുറച്ച് മേടിച്ച് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന്. അന്നേരം അവർ പുതിയത് തന്നെ എഴുതി തന്നു. രാവിലെയും വൈകിട്ടും അത് കഴിക്കാൻ പറഞ്ഞു. അതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഇപ്പം കിട്ടിയത് ഒരു ലെമണിൻ്റെ ഫ്ലേവർ ഉള്ളതാണ്. കൊള്ളാം, പക്ഷേ കുടിച്ചു കഴിയുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട ചെവയാണ്. നമ്മൾ ഈ സ്ക്വാഷൊക്കെ ഉണ്ടല്ലോ, രസ്നാപ്പൊടിയൊക്കെ കലക്കി രസ്നാപ്പൊടിയൊക്കെ കലക്കുമല്ലോ, അതുപോലെയാണ്. പിന്നെ മരുന്നിൻ്റെ ഒരു ചവർപ്പുണ്ട്. എന്ത് വാവേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അത് കഴിക്കണം. പിന്നെ വേറെന്താ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാശിക്കുള്ള ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കാശിക്ക് ഒരു മുട്ടയോടെ വാട്ടി കൊടുക്കും. ഇപ്പം അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ, പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊന്നാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി ടാബ്ലറ്റ്സിൻ്റെ ടൈമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, വിറ്റാമിനും അയണും മാത്രമേ ഉള്ളൂ. വിറ്റാമിൻ ഒരു ടൈമിൽ, അയണൊരു ടൈമിൽ, അയണൊരു ടൈമിലും കാൽസ്യം ഒരു ടൈമിൽ, അങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ടുള്ള എന്തോ മെഡിസിനാണ് കേട്ടോ. അതാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇതേണ്ടേ, ഇതിപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഓറഞ്ചിൻ്റെ ഫ്ലേവറായിരുന്നു. ഇപ്പം ഇത് ലെമണിൻ്റെ ഫ്ലേവറാണ്. പിന്നെ ടാബ്ലറ്റ് അത് ഇതിൻ്റെ കൂടെയും കുടിക്കാം. നല്ല മധുരമൊക്കെ ഉള്ളൊരു മരുന്നാണ്. പക്ഷേ മെഡിസിൻ്റെ ഒരു ചവർപ്പുണ്ട്. ഇപ്പം ഈ മാമ്പഴ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ മാമ്പഴം കിട്ടും. ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാമ്പഴം കഴിക്കാനാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം സീസൺ അല്ലല്ലോ. ഒക്ടോബറിലാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. സോ അന്നേരമൊക്കെ കഴിക്കാൻ തോന്നുമ്പം കിട്ടത്തില്ലായിരുന്നു. കിട്ടി, പക്ഷേ നല്ല ടേസ്റ്റുള്ളതൊന്നും കിട്ടിയില്ല. പ്രഗ്നൻസി പീരീഡ് എൻ്റെ ആവാറായപ്പോഴത്തേന് ഇഷ്ടം പോലെ മാമ്പഴം. ഇതിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറേ പൊമ്മളമ്മ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന ചെറിയ പുളിപ്പുള്ള മാമ്പഴം, പക്ഷെ നല്ലതായിരിക്കും. അമ്മയുടെ ഇവിടെ പഴയ പെരുന്നാളാണ്. മെയ് 1-ാം തീയതി 29 ആകുമ്പോഴത്തേനും എന്നെ പ്രോഗ്രാമൊക്കെ തുടങ്ങും. അതിൻ്റെ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാകത്തില്ലായിരിക്കും, കാര്യം കുറച്ച് അപ്പുറത്താണ് പള്ളി. കുരിശ്ശടിയാണ് കേട്ടോ. പക്ഷേ അവിടെ എല്ലാ വർഷവും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷം അമ്മ നാട്ടിലുണ്ടായിരുന്നു. ഈ വർഷം പോകാൻ പറ്റുമെങ്കിൽ പോകണം അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ശരി, കഴിക്കട്ടെ. കാശി അവിടെ കരയുന്നു. അപ്പം ലഞ്ച് ടൈം. കാശി കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ലഞ്ചിന് കൊഞ്ചുതീയലും നെത്തോലി വറുത്തതുമാണ് കേട്ടോ. ഇന്ന് ഗോകുവിൻ്റെ അമ്മയും ചേച്ചിമാരും ഒക്കെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർ കുറച്ച് ദിവസം വീട്ടിലുണ്ടാവും. ഞാൻ ഇവിടെയൊക്കെ ഒതുക്കി പറക്കാനൊന്നുമില്ല. എന്നാലും ആരെങ്കിലും വരുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ക്ലീനിങ് കുറച്ച് കൂടുമല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങനെയാണ്. TV വെച്ചേക്കുന്നതുകൊണ്ട് TVയുടെ സൗണ്ട് ഉണ്ടാവും. കാർട്ടൂൺ വെച്ച് കൊടുത്തേക്കുക. കാശിക്ക് കഞ്ഞിയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും. കഞ്ഞിയും എന്തെങ്കിലും അച്ചാറോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ. അങ്ങനെ ഞാൻ കഞ്ഞി കൊടുത്തിട്ട് ആശാനെ നിർത്തിയേക്കാം. ഇന്ന് വീട്ടിൽ എരിവുള്ള കറിയായിരുന്നു. ഇവരൊക്കെ പള്ളിയിൽ പോയേക്കുന്നു. പള്ളിയിൽ ഉച്ചയ്ക്ക് ഊണുണ്ടല്ലോ. നമ്മുടെ ഇവിടെ പള്ളിയിൽ ഉച്ചയ്ക്ക് ഊണുണ്ട് കേട്ടോ, ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ അവർ അത് കണക്കാക്കി പോയതാണ്. അതുകൊണ്ട് കൊഞ്ചുതീയൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ മീൻ വറുത്തതും. എരിവായതുകൊണ്ടിട്ട് ഞാൻ കാശിക്ക് കഞ്ഞി കൊടുത്ത്.
എന്നിട്ട് ദേ ഇപ്പോൾ 2 മണിയായി, ഞാൻ കഴിക്കാതിരിക്കുന്നതേ ഉള്ളൂ. കുടിച്ച് സെറ്റായി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പറക്കി ഇപ്പം കഴിക്കുന്നുള്ളൂ. ഗോഗു വിളിച്ചുകൊണ്ടിരുന്ന അതിനിടയ്ക്ക്. അപ്പോൾ കഴിക്കട്ടെ. ടി വിയുടെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ അമ്മാമ്മ കാണാണ്ടെടുത്തതാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്. ദേണ്ടേ ഈവനിങ് ആയപ്പോഴത്തേന് സ്നാക്കല്ല ഇത്, അങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ ഞാൻ മേടിപ്പിക്കുന്നതാണ് കേട്ടോ. ഏത്തപ്പഴവും അതുപോലെ തന്നെ നമ്മുടെ മോദകം ഉണ്ടല്ലോ, പയർ വെച്ചിട്ടുള്ള, നമ്മുടെ ഇവിടെ മോദകം എന്നാണ് പറയുന്നത്, ചിലയിടത്ത് സുഖി എന്ന് പറയും കേട്ടോ. ആശാട്ടി ഭയങ്കര ബിസിയാണ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. വോളിയം ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ്. ആളെ കാണാണ്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ആരെയും വീട്ടിലാരെയും അങ്ങനെ വീഡിയോയ്ക്കകത്തൊന്നും കാണിക്കുക. എല്ലാവരും ചോദിക്കാറുണ്ട് വീട്ടിലാരും ഇല്ലേ, വീട്ടിലാരെയും കാണിക്കാത്ത എന്താണെന്ന്. കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എനിക്ക് വേണ്ടുന്ന എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മാമ്മ മറ്റേ റീൽസിൻ്റെ അകത്ത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ വോളിയം കൊടുക്കുക. ഇല്ല ഞാൻ കൊടുത്തേനായിരുന്നു. ആശാട്ടി നല്ല കാര്യമായിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ കാണുന്നതെന്നാണ് ഈ നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദേ കണ്ടോ, ഇത് ഞാൻ 50 രൂപയാണ് ഈ ഒരു ടിന്നിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ട് ഞാൻ അവിടെ ബാലൻസ് എടുത്ത് വെച്ചിരുന്നതാണ് ചോറിനോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ പഴംപൊടി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ കൊള്ളാവോ ഇത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലുള്ള വിയേർഡായിട്ടുള്ള കോമ്പിനേഷൻസൊക്കെ നമുക്ക് ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയത്തില്ല. പഴംപൊരിയും ബീഫും കഴിക്കുന്നവരെ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പുളിപ്പും എരിവും മധുരവും എന്തോ എനിക്കിഷ്ടമായി. ഞാൻ പറഞ്ഞിടയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയത്തില്ല. ഇതിനിടയ്ക്ക് ചേട്ടത്തി ഇതേണ്ട കാപ്പി ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ചേട്ടത്തിയൊക്കെ വന്നു കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് ചേട്ടത്തിയുടെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ട് ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ നോക്കി. ചേച്ചി അങ്ങനെ ചേച്ചിക്ക് കഴിക്കാൻ വേണ്ടിയപ്പോൾ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു. ഇത് കണക്കത്തെ കോമ്പിനേഷൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും പിടിക്കണമെന്നില്ലല്ലോ. ഈ മോദകവും ഏത്തപ്പഴവും എനിക്ക് മാത്രം കൊണ്ടുവന്നല്ല കേട്ടോ, വീട്ടിലെല്ലാവർക്കും കൂടെ കൊണ്ടുവന്നതാണ്. ഫസ്റ്റ് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നുകൊണ്ടിട്ട് ഞാനിരുന്ന് കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാനത് കഴിയാനായപ്പോഴാണല്ലോ ഞാനിത് ട്രൈ ചെയ്തത് എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം. ആകെ 3 ഉള്ളായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നത്. ബാക്കി മറ്റേ മോദകമായിരുന്നു. പഴംപൊരി 2 ഞാൻ ബാലൻസ് എടുത്ത് വെച്ചു. കാശി ബേബിക്കും ജാനിമോക്കും വേണ്ടിയിട്ട്. അവർക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു വിഷമത്തോടെയാണ് ആ ടിന്ന് ഞാൻ അടച്ചു വെച്ചത്. അച്ചാറും നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോദകം എടുത്തിട്ടുണ്ടായിരുന്നു. 2 മോദകവും കഴിച്ചു, ഒരു പഴംപൊരിയും കഴിച്ചൊരു കട്ടൻ കാപ്പി. ഹലോ, അപ്പം ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ഇന്ന് ആപ്പിൾ സ്മൂത്തി ആക്കാൻ പോണത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഇന്നാളെ സ്മൂത്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് സ്മൂത്തി റെസിപ്പി എന്ന് പറഞ്ഞൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നൈറ്റ് ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഈ സ്മൂത്തി തന്നെയാണ് കേട്ടോ. ഓട്സ് വെച്ചിട്ട് വേറെ ഒന്നും ആക്കാൻ എനിക്ക് തോന്നത്തില്ല. കാര്യം നല്ല ടേസ്റ്റാണ്, വലിയ മധുരം ഇല്ല, പിന്നെന്താ ഹെൽത്തിയാണ്. പിന്നെ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലും ബദാമും ബനാനയൊക്കെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ അല്ല കേട്ടോ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻ ഡയറ്റ് എടുത്തതാണ്. സോ എനിക്കറിയാം ഇത് നമ്മൾ എന്ത് സാധനം കഴിച്ചാലും വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. അത് അതിൻ്റേതായ അളവിൽ കഴിക്കണം. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെയിറ്റ് കൂടാനായിട്ട് അത് മാത്രം മതി. പക്ഷേ ഈ പാലായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ലോ ഫാറ്റ് മിൽക്കാണ് ഏറ്റവും ബെറ്റർ. പിന്നെ എനിക്ക് അത്യാവശ്യം പ്രോട്ടീനൊക്കെ വേണ്ടത് കൊണ്ടിട്ട് ഞാൻ ലോ ഫാറ്റൊന്നും എടുക്കുന്നില്ല, പശുവിൻ പാലാണ് എടുക്കുന്നത്. അത് നേർപ്പിച്ച് കാച്ചിട്ടാണ് ഞാൻ സ്മൂത്തി ആക്കാറുള്ളത്. ഞാൻ ഓൾറെഡി ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ, നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അളവിൽ മാത്രം. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ എല്ലാം എടുത്തിട്ട് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ചെല്ലുക, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അല്ലാണ്ടിട്ട് ഇതൊക്കെ കഴിച്ചു എന്ന് വെച്ചിട്ട് വെയിറ്റ് ഗെയിൻ ആവില്ല, വെയിറ്റ് കൂടില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ കൂടില്ല, കറക്റ്റ് അളവിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടും. വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ ബദാമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീനാണ്. അതും ഞാൻ ഈ പറഞ്ഞ കണക്ക് അളവിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാവുമ്പോൾ അതനുസരിച്ച്, അതാണ് ഞാൻ ഒരു
5 എടുക്കാവുള്ളൂ എന്നൊന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് വാരി വലിച്ച് കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറയ്ക്കാനായിട്ട് തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ മറ്റേ ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് മേടിച്ചല്ല, അവിടുന്ന് അമ്മ കൊടുത്തു വിട്ടതാ. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. വാൾനട്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇതിൻ്റെ പേരെന്താണ്, നമ്മുടെ ഈ ഫെറേറോയ്ക്കകത്തുള്ള ഈ നട്ടിൻ്റെ പേരെന്താ വെച്ച്, ഹേസിൽ നട്ട്സ് ഉണ്ട്, പിന്നെ ചെറി ഉണ്ട്, പ്ലംസ് ഉണ്ട്, അങ്ങനെ ഒരുവിധം എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെയുള്ള മിക്സാണ് കേട്ടോ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. മിക്സ് മാത്രമല്ല, എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. കിടക്കട്ടെ ഒരാളുടെ. അതുകൊണ്ട് നമ്മൾ ഈന്തപ്പഴം ഇനി 2 എടുക്കുന്നത്. ചെറിയും പ്ലമ്മും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. റെസിപ്പി ഞാൻ കാണിച്ചില്ല കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റിനിടയിൽ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും കഴിക്കാറില്ല. എന്നാൽ കുഞ്ഞിന് വെയിറ്റ് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കുഞ്ഞിന് സ്കാനിങ്ങിൽ എത്രയുണ്ട് വെയിറ്റ് എന്ന്. നമ്മുടെ കുഞ്ഞു ബേബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2435 എന്ന് വെച്ചാൽ ഇത് പ്രോട്ടീനാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ്, പാലിൽ കലക്കി കുടിക്കാനാണ് പറഞ്ഞത്. പക്ഷേ സ്മൂത്തി ആക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഇട്ടിട്ട് ഞാൻ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും, അതാ ഒരു വാനില ഫ്ലേവറാണ്. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു ബേബീൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2430 ഉണ്ട്. കാശിൻ്റെ ഡെലിവറിയുടെ ടൈമിൽ എനിക്ക് 36 വീക്സിലായിരുന്നു കാശിൻ്റെ ഡെലിവറി. ഇപ്പോൾ ഓൾറെഡി എനിക്ക് LMB വെച്ച് 36 വീക്സ് ആയി. പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് 34 ആയിട്ടുള്ളൂ. മേ ബി ഒരു 2 വീക്സ് കൂടെ കഴിയുമ്പോഴായിരിക്കും മിക്കവാറും ഡെലിവറി ഉണ്ടാവുക. ഞാനിതൊന്ന് അടിച്ചിട്ട് ഇതാ വരുന്നത്, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പം ഞാൻ സ്മൂത്തി ആക്കിയിട്ടുണ്ട്. പഴത്തിൽ ചെയ്യുന്നതിന് ടേസ്റ്റ്, ഇതിപ്പോൾ ആപ്പിളിലാണ് ചെയ്തത്. ചേച്ചി പഴത്തിലയച്ച് നല്ലത്, ഒരു തിക്കായിട്ടുണ്ടാവും അന്നേരം, അതുപോലെ തന്നെ ടേസ്റ്റും അന്നേരം ഉള്ളത്. നമ്മളെന്ത് പറഞ്ഞുകൊണ്ടിരുന്നേ, ഞാൻ മറന്നുപോയി. ഞാൻ എന്ത് പറഞ്ഞു വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, കുഞ്ഞു ബേബീൻ്റെ വെയിറ്റിൻ്റെ കാര്യം 2430 സംതിങ് ആണ് കേട്ടോ. അപ്പം കാശിൻ്റെ സമയത്ത് കാശിൻ്റെ 36 വീക്സിലായിരുന്നു കാശി വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് 2600 കാശിയുടെ വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം കുഞ്ഞു ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഫോണിൽ മെമ്മറി ഫുൾ ആയതുകൊണ്ടിട്ട് കട്ടായി പോകുന്നുണ്ട്. അപ്പം LMB വെച്ചിട്ട് 36 വീക്സും സ്കാനിങ് വെച്ചിട്ട് 34 വീക്സും ആണ്. പക്ഷെ കുഴപ്പമില്ല, ആദ്യത്തെ കുഞ്ഞിൻ്റെ വെയിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പ്രശ്നമൊന്നുമില്ല, കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലൂയിഡിൻ്റെ കുറവുള്ളതുകൊണ്ടിട്ടായിരിക്കണം എന്താ ഈ സാധനം തന്നത്. ഇനിയിപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുകൂടെ കഴിച്ചിട്ടേ കിടക്കത്തുള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് വീഡിയോയ്ക്ക് ആയിട്ടുണ്ട്. ലെങ്തിൻ്റെത് മാത്രമല്ല, എനിക്ക് എടുത്തുകൊണ്ട് തിരിയാൻ വയ്യ, ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം, അതൊക്കെ കൊണ്ടിട്ടോ. യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു റുട്ടീൻ ഇങ്ങനെയാണ്. കുഞ്ഞ് ഹെൽത്തി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. പിന്നെ 2 വീക്സിൻ്റെ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, എന്താ ചേച്ചി അതിന് പറയുന്ന, ഓവുലേഷൻ ടൈമിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടിട്ടല്ലേ, ഈ ഓവുലേഷൻ ടൈമിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടിട്ടാണ് ഈ 2 വീക്സിൻ്റെ ഡിഫറൻസ് വരുന്നത്. എനിക്ക് റെഗുലർ പീരീഡ്സ് ആയിരുന്നു, എങ്കിൽ പോലും അതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ടിട്ടല്ല, വേറെ കുഞ്ഞിന് വരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 34 വീക്സ് കാണിച്ചാലും 34 വീക്സിൻ്റെ ഗ്രോത്ത് കുഞ്ഞിനുണ്ട്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. വയറ് ഫുള്ളായി.
നല്ല ഹെൽത്തിയാണ് കേട്ടോ സ്മൂത്തി. ഞാൻ അന്ന് പറഞ്ഞ കണക്ക് വെയിറ്റ് ലോസിനും നല്ലതാണ് ഈ ഒരു സ്മൂത്തി എന്ന് പറയുന്ന സാധനം. രാവിലെ വേണമെങ്കിലും രാത്രി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ടേസ്റ്റ് ഉള്ളതുകൊണ്ടിട്ട് ഞാൻ നൈറ്റ് ഇത് മാത്രം ആക്കിയിട്ടുണ്ട് ഇപ്പം എല്ലാ ദിവസവും. ചില ദിവസങ്ങളിൽ ചപ്പാത്തി ആയിരിക്കും കേട്ടോ, അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും ഇത് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ പോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.